മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുത്ത UPA ഗവൺമെന്റ്, നിലവിൽ നരേന്ദ്രമോദി നയിക്കുന്ന NDA ഗവൺമെന്റ്, ഇതിലേതാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്? രാഷ്ട്രീയം മാറ്റിവെച്ച് GDP, തൊഴിലില്ലായ്മ, കടം, വിലക്കയറ്റം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തി നമുക്ക് ഈ രണ്ട് ഗവൺമെന്റ്സിനെ ഒന്ന് താരതമ്യം ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള കണ്ടന്റ്സിനെ എന്നൊപ്പം കൂട്ടാൻ മറക്കാതിരിക്കുക. വെൽക്കം ടു ബ്രൈറ്റ് മല്ലു തോട്ട്സ്. ആദ്യം നമുക്ക് GDP ഗ്രോത്ത് എടുത്തു നോക്കാം. UPയുടെ അവസാന വർഷങ്ങളായ 2009 മുതൽ 2014 വരെ ഇന്ത്യയുടെ റിയൽ GDP ഗ്രോത്ത് ശരാശരി ഏകദേശം 6.7% ആയിരുന്നു. അതേസമയം NDA കാലത്ത് 2014 മുതൽ 2019 വരെ ശരാശരി ഏകദേശം 7.4% ആണ്. COVID-19 കാരണം 2020-21 ഇന്ത്യയുടെ GDP 5.8% ആയി കുറഞ്ഞു. പിന്നീട് ശക്തമായ റിക്കവറി ഉണ്ടായി. 2023-2024 സാമ്പത്തിക വർഷത്തിൽ ഗ്രോത്ത് 7.6%, 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 6.5%. എന്നാൽ GDPയുടെ കാര്യത്തിൽ ഈ രണ്ട് ഗവൺമെന്റ്സും ഇന്ത്യയെ വേഗത്തിൽ വളർത്തിയിട്ടുണ്ട്. ഇനി അൺഎംപ്ലോയ്മെന്റ് എടുത്തു നോക്കാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത്. UPA കാലത്ത് NSSO സർവേ പ്രകാരം 2011-2012 യൂഷ്വൽ സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 2.2% ആയിരുന്നു. NDA കാലത്ത് പുതിയ PLFS മെത്തഡോളജി ഉപയോഗിച്ചു. PLSF 2017-2018 അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏകദേശം 6.1% ആയിരുന്നു. പിന്നീട് അത് കുറഞ്ഞ് അടുത്ത വർഷങ്ങളിൽ ഏകദേശം 4-6% റേഞ്ചിലെത്തി. വേൾഡ് ബാങ്കിന്റെ ILO മോഡൽഡ് എസ്റ്റിമേറ്റ് പ്രകാരം 2024 ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 4.2% ആയിരുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, UPA കാലത്തെ NSSO മെത്തഡോളജിയും NDA കാലത്തെ PLFS മെത്തഡോളജിയും വ്യത്യസ്തമാണ്. അതിനാൽ ഈ രണ്ട് ഗവൺമെന്റുകളുടെയും ശതമാനങ്ങൾ ഡയറക്റ്റ് കമ്പയർ ചെയ്യുന്നത് ശരിയായ കമ്പാരിസൺ ആവില്ല. അടുത്തതായി ഇൻഫ്ലേഷൻ നോക്കാം. UPയുടെ അവസാന കാലത്ത് ഇൻഫ്ലേഷൻ വലിയ പ്രശ്നമായിരുന്നു. ഉദാഹരണത്തിന് RBIയുടെ കണക്കനുസരിച്ച് CPI ഇൻഫ്ലേഷൻ 2012 മുതൽ 13 വരെ 10.2%, 2013 മുതൽ 14 വരെ 9.5%. എന്നാൽ NDയുടെ ആദ്യ വർഷങ്ങളിൽ തന്നെ ഇത് ഗണ്യമായി കുറഞ്ഞു. 2014-15 5.9%, 2015-16 4.9%, 2016-17 4.5%. പിന്നീട് കോവിഡ്, ഫുഡ് പ്രൈസസ് തുടങ്ങിയ കാരണങ്ങളാൽ ഇൻഫ്ലേഷൻ ഉയർന്ന വർഷങ്ങളും ഉണ്ടായി. 2024 കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഏകദേശം 5% ആയിരുന്നു. ഇനി ഈ രണ്ട് ഗവൺമെന്റ്സിന്റെയും കടത്തിന്റെ കണക്കെടുത്ത് നോക്കാം. 2013-14 ഇന്ത്യയുടെ ജനറൽ ഗവൺമെന്റ് ഡെപ്റ്റ് GDPയുടെ ഏകദേശം 67% ആയിരുന്നു. കോവിഡ് സമയത്ത് ബോറോവിങ്സ് വർദ്ധിച്ചതോടെ ഡെപ്റ്റ് റേഷ്യോ വലിയ തോതിൽ ഉയർന്നു. IMF കണക്കനുസരിച്ച് 2020-21 അത് ഏകദേശം 88% ആയി. പിന്നീട് കുറയുകയും 2024-25 ഏകദേശം 82.7% ആവുകയും ചെയ്തു. അതായത് NDA കാലത്ത് ഡെപ്റ്റ് GDPയുടെ ശതമാനത്തിനനുസരിച്ച് കുറയാതെ കോവിഡ് സമയത്ത് ഒരുപാട് ഉയർന്നു, പിന്നീട് താഴുകയും ചെയ്തു. അടുത്തതായി ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നാഷണൽ ഹൈവേ നെറ്റ്വർക്ക് നോക്കിയാൽ 2014 മൻമോഹൻ സിംഗ് സ്ഥാനം ഒഴിയുമ്പോൾ ഏകദേശം 91,287 കിലോമീറ്റർ ആയിരുന്നു. 2024 അത് ഏകദേശം 1,46,195 കിലോമീറ്റർ ആക്കാൻ മോദിക്ക് സാധിച്ചു. അതായത് ഏകദേശം 60% വർധന. അതുപോലെ തന്നെ 4 ലെയിനും അതിനു മുകളിലുള്ള നാഷണൽ ഹൈവേസിന്റെയും കാര്യമെടുത്താൽ 2014 18,278 കിലോമീറ്ററും 2024 45,947 കിലോമീറ്ററും. ഇത് 2.5 ഇരട്ടിയിലധികമുള്ള വർധനവാണ്. അടുത്തതായി റെയിൽവേ ഇലക്ട്രിഫിക്കേഷന്റെ കാര്യത്തിലും വലിയ കുതിപ്പുണ്ടായി. 2014 മുമ്പ് ഏകദേശം 21,801 റൂട്ട് കിലോമീറ്റർ ഇലക്ട്രിഫൈ ചെയ്തിരുന്നു. 2014-2025 കാലത്ത് അത് ഏകദേശം 46,900 ആയി. 2026 ബോട്ട് ഗോജ് നെറ്റ്വർക്കിന്റെ ഏകദേശം 99.6% ഇലക്ട്രിഫൈഡ് ആയി. അടുത്തതായി വെൽഫെയർ. ഇക്കാര്യത്തിൽ രണ്ട് സർക്കാരുകൾക്കും സ്വന്തം മോഡൽസ് ഉണ്ട്. UPA കാലത്ത് RTI, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫുഡ് സെക്യൂരിറ്റി ആക്ട് തുടങ്ങിയ റേറ്റ് ബേസ്ഡ് പ്രോഗ്രാം ശ്രദ്ധേയമായി. NDA കാലത്ത് ജൻധൻ, ഉജ്ജ്വല, PM കിസാൻ, ആയുഷ്മാൻ ഭാരത്, PM ആവാസ്, ജൽ ജീവൻ മിഷൻ, UPI തുടങ്ങിയ ടാർഗറ്റഡ് വെൽഫെയറിനും ഡിജിറ്റൽ ഡെലിവറിക്കും വലിയ പ്രാധാന്യം ലഭിച്ചു. ഈ കണക്കുകൾ പ്രകാരം ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ GDPയുടെ കാര്യത്തിൽ രണ്ട് ഗവൺമെന്റ്സിനും നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ UPയുടെ അവസാന വർഷങ്ങളെ അപേക്ഷിച്ച് NDയുടെ ആദ്യ വർഷങ്ങളിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. അൺഎംപ്ലോയ്മെന്റ് കാര്യത്തിൽ കണക്കെടുക്കുന്ന രീതി മാറിയതിനാൽ നേരിട്ട് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡെപ്റ്റ് എടുത്താൽ കോവിഡ് കാലത്ത് ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു, പിന്നീട് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം എടുത്താൽ ഹൈവേസിന്റെയും റെയിൽവേ ഇലക്ട്രിഫിക്കേഷന്റെയും കാര്യത്തിൽ 2014 ശേഷം വലിയ വേഗത്തിലുള്ള എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ UPA ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതും NDA വന്നതിന് ശേഷമാണ് മാറ്റം ഉണ്ടായതെന്ന് പറയുന്നതും ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പൊരുത്തപ്പെടുന്നില്ല. അതുപോലെ തന്നെ NDA ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതും ശരിയല്ല. രണ്ട് സർക്കാരുകൾക്കും നേട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫെയിലിയേഴ്സും ഉണ്ട്. ഏറ്റവും അവസാനം രാഷ്ട്രീയമല്ല, കണക്കുകളാണ് നോക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രണ്ട് സർക്കാരുകൾ ഏത് സർക്കാരാണ് ബെറ്റർ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക.